ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കണ്ണൂർ പുതിയാപ്ല സ്പെഷ്യൽ പനീർ പെട്ടി റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമ്മളൊരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലോട്ട് 1.5 കപ്പ് മൈദ, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ വെള്ളമൊഴിച്ച് നല്ലൊരു അധികം തിക്നെസ് അല്ലാത്ത ബാറ്ററാക്കി എടുക്കാം. നമ്മൾ ദോശയ്ക്ക് വേണ്ടിയുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. ഇതിനായി ഒരു ബൗളിലേക്ക് 3 മുട്ട, 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നമുക്ക് നന്നായി ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കാം. നമുക്കിതിൽ കാഷ്യൂവും കിസ്മിസും വറുത്ത് കോരാം. ഈ സെയിം പാനിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയ എഗ് മിക്സർ ഒഴിച്ച് നമുക്കിത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. എഗ്ഗൊന്ന് കുക്കായി വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച കാഷ്യൂ കിസ്മിസ് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയ ബാറ്റർ വെച്ച് ആദ്യം ചെറിയൊരു പാൻ കേക്ക് റെഡിയാക്കാം. ഇത് റെഡിയാകുമ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ശേഷം നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കിയ ഫില്ലിങ്ങിൽ നിന്നും കുറച്ചെടുത്ത് ഒരു ബോക്സ് ഷേപ്പിലോട്ട് മാറ്റാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ തവയിൽ ഒരു ഇച്ചിരി കൂടി വലിയൊരു ദോശ ഒഴിക്കുന്നുണ്ട്. റെഡിയായാൽ നമ്മൾ 1 സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുൻപേ റെഡിയാക്കിയ ബോക്സ് ഇതിന് മുകളിലായി വെച്ച് കൊടുക്കണം. ഇത് നമുക്കിനി ഫോൾഡ് ചെയ്ത് ഒരു ബോക്സ് ഷേപ്പ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ എത്ര ലെയർ വേണോ നമ്മൾ അത്രയും പാൻ കേക്ക് ഉണ്ടാക്കുക. ഈ പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ഇതുപോലെ 4 ലെയറാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സിറപ്പ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് നമ്മളൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് റോസ് വാട്ടർ ചേർക്കാം. ഈ റോസ് വാട്ടറിൽ ഒന്നെങ്കിൽ കുങ്കുമപ്പൂവ് അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർത്ത് നമുക്ക് ചേർക്കാം. കളർ ചേർക്കണമെന്നില്ല, ഓപ്ഷണലാണ്. നമ്മൾ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ റെഡിയാക്കിയ ബോക്സിൽ ഒന്ന് നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. നമ്മൾ റെഡിയാക്കിയ പനീർ സിറപ്പ് ഈ പെട്ടിയിലോട്ട് ഒഴിച്ചാൽ നമ്മുടെ പനീർ പെട്ടി ഇവിടെ റെഡിയായി. ഇത് കണ്ണൂരിലെ പുതിയാപ്ല സ്പെഷ്യൽ റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. മധുരം ഇഷ്ടമുള്ളവർക്ക് ഈ റെസിപ്പി എന്തായാലും ഇഷ്ടമാവും. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.